നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ SBI യോനോ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ അക്കൗണ്ടിൻ്റെ മിനി സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ഇമെയിലിലേക്ക് എങ്ങനെ സെൻഡ് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ SBI യോനോയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാന്നുള്ള വീഡിയോസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനവും അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ SBI യോനോ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളോട് ലോഗിൻ ചെയ്യാൻ പറയും. ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്യാൻ നിങ്ങൾക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്നുകിൽ MPIN ഉപയോഗിച്ച്, അല്ലെങ്കിൽ യൂസർ ID അല്ലെങ്കിൽ പാസ്വേഡ് ഉപയോഗിച്ച്. ഞാനിവിടെ MPIN ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്തിട്ട് ഹോം പേജിൽ അക്കൗണ്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ മൈ ബാലൻസ് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ബാലൻസ്, നമ്മുടെ ഈ അക്കൗണ്ടിലുള്ള ബാലൻസ് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ താഴെയും കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ താഴെ ലിസ്റ്റായിട്ട് കാണിക്കും. എൻ്റെ ഒരു സേവിങ്സ് അക്കൗണ്ടേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ ഒരു അക്കൗണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതിന് വേണ്ടി ആ എമൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ്. ഈ റെഡിൽ കാണിക്കുന്നത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയ എമൗണ്ടും, അതുപോലെ തന്നെ പച്ച കളറിൽ കാണിക്കുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്ന എമൗണ്ടും ആണ്. അപ്പോൾ നമുക്ക് ഈ ലിസ്റ്റ് ജസ്റ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കണ്ടാൽ മതിയെങ്കിൽ നമുക്കിവിടെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ മുകളിലൊരു ഓപ്ഷൻ കാണുന്നുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനൊരു മെസ്സേജ് വരും. ഏത് ഫയലിലേക്കാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്, സേവ് ചെയ്യേണ്ടതെന്ന് അതൊന്ന് ഓക്കെ ചെയ്ത് കൊടുക്കുക. അപ്പം ഡൗൺലോഡ് ആകുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇമെയിലിലേക്ക് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈലിൽ ഈ യോനോയായിട്ട് രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ID നമുക്ക് ഈ മിനി സ്റ്റേറ്റ്മെൻറ്റ് സെൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഇമെയിലിൻ്റെ സിമ്പലുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് വരുന്നതാണ്. ആ മെസ്സേജ് ഒന്ന് ഓക്കെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്ത ഫയല് നമുക്ക് മിനി സ്റ്റേറ്റ്മെൻറ്റ് എവിടെ ലഭിക്കുമെന്ന് നോക്കാം. നമ്മൾ മൊബൈലിലെ സ്റ്റോറേജിൽ ഡോക്യുമെൻറ്റ്സ് എന്ന സെക്ഷനിൽ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ നമുക്ക് കുറേ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് PDF എന്ന് പറഞ്ഞ് നമുക്ക് ഡേറ്റും കൂടി ഇവിടെ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഡൗൺലോഡായ എൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇമെയിലിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമെയിലിലേക്ക് സെൻഡായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇത് നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മിനി സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ നമുക്ക് SBI യോനോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമെന്ന് കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ SBI യോനോയും റിലേറ്റഡ് ടോപ്പിക്സിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നതുവരെ ഗുഡ് ബൈ ആൻഡ്